ഹലോ ആൻഡ് വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി ഒരു പാൻകേക്കാണ്. പാൻകേക്ക് എന്ന് പറയുമ്പോൾ പൊട്ടറ്റോയും ചീസും ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഫ്ലേവർ ചേർന്ന് വരുന്ന ഒരു സൂപ്പർ ഡെലീഷ്യസ് പാൻകേക്ക്, പൊട്ടറ്റോ ചീസ് പാൻകേക്ക്. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. സോ ലെറ്റ്സ് ടേക്ക് എ ലുക്ക് അറ്റ് ദ റെസിപ്പി. ആദ്യം ഈ പൊട്ടാറ്റോസ് വളരെ തിൻ സ്ലൈസായി നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3 ആവറേജ് സൈസിലുള്ള പൊട്ടാറ്റോസാണ്. വളരെ കട്ടി കുറച്ച് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കിതിനെ ഒരു സ്റ്റീമറിൽ വെച്ച് 20 to 30 മിനിറ്റ്സ് സ്റ്റീം ചെയ്ത് വേവിച്ചെടുക്കാം. റെഡിയായെന്ന് നോക്കാം. നന്നായി വെന്ത് പരുവമായിട്ടുണ്ട്. ഇനി അടുത്തത് നമുക്ക് ഇതൊക്കെ ഒന്ന് സ്മാഷ് ചെയ്ത് എടുക്കണം. നന്നായിട്ട് സ്മാഷ് ചെയ്ത് എടുക്കണം. ചൂടോടുകൂടി തന്നെ നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. തണുത്ത് കഴിഞ്ഞാൽ പൊട്ടാറ്റോസ് ഡ്രൈ ആയി പോകും. സോ നമുക്ക് സ്മാഷ് ചെയ്യാൻ അന്നേരം പ്രയാസമായിരിക്കും. അതുകൊണ്ട് ചൂടോടുകൂടി തന്നെ ഏതെങ്കിലും സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നമുക്ക് സ്മാഷ് ചെയ്തെടുക്കാം. നന്നായി സ്മാഷ് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് അധികം ചേർക്കണ്ട കേട്ടോ. ചീസ് നമ്മൾ ആഡ് ചെയ്യുന്നത് കൊണ്ട്, ചീസ് ഒത്തിരി സോൾട്ടി ആണല്ലോ, അപ്പം ചീസും ആഡ് ചെയ്യുന്നത് കൊണ്ട് ഉപ്പ് വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ അധികം ഉപ്പായി പോകും. ഇനി ഇതിലേക്ക് റൈസ് ഫ്ലോർ ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ റൈസ് ഫ്ലോറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ട് നമുക്ക് മിക്സ് ചെയ്യാം. ഇനിയിപ്പം സ്പൂണ് വേണമെന്നില്ല, നമുക്ക് കൈ കൊണ്ട് തന്നെ, ചൂടൊക്കെ മാറിയിട്ടുണ്ട്, അതുകൊണ്ട് കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് ഒരു ഡോ ആക്കി എടുക്കാം. നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഒരു ചെറിയൊരു പോർഷൻ എടുത്ത് ഉരുളകളാക്കി കൈകൊണ്ട് ഒന്ന് ചെറുതായി പരത്തി അതിനുള്ളിൽ ചീസ് വെച്ച് കൊടുക്കാം. കുറച്ച് ചീസ് വെച്ച് സ്റ്റഫ് ചെയ്യാം. എന്നിട്ട് അതിനെ പതുക്കെ കവർ ചെയ്ത് വീണ്ടും ചെറുതായിട്ടൊന്ന് ഉരുട്ടി ചെറുതായിട്ടൊന്ന് പരത്തി എടുക്കാം. അപ്പോൾ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിനെ ഓയിലിൽ ഫ്രൈ ചെയ്തെടുക്കാം. പിന്നെ പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ കട്ടി കൂട്ടി വീതി കുറച്ചാണ് പരത്തിയെടുക്കേണ്ടത്. വളരെ തിന്നാക്കി പരത്തി കഴിഞ്ഞാൽ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ അതിൽ നിന്ന് വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. സോ നമ്മൾ കുറച്ച് കട്ടി കൂട്ടി ഇതുപോലെ ബൺ പോലെ വീതി കുറച്ച് കട്ടി കൂട്ടി പരത്തിയെടുക്കണം. അപ്പോൾ നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഇതുപോലെ ബോട്ടം ലെവലിൽ മതിയാകും. ഡീപ് ഫ്രൈ അല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതിയാകും. അതുകൊണ്ട് തന്നെ ഓയിൽ വളരെ കുറച്ച് ഒഴിച്ചാൽ മതി. ഓരോ സൈഡും 3 to 4 മിനിറ്റ്സ് വെച്ച് മീഡിയം ഹീറ്റിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഒരു സൈഡ് ഫ്രൈ ആയിട്ടുണ്ട്, മറ്റേ സൈഡിലേക്ക് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബ്യൂട്ടിഫുൾ ടേസ്റ്റി പാൻകേക്ക് റെഡി ആയി കഴിഞ്ഞു. ഈ റെസിപ്പി ഉറപ്പായിട്ടും നിങ്ങൾ ട്രൈ ചെയ്യുക. കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടും. വളരെ ടേസ്റ്റി സ്നാക്കാണ് കേട്ടോ. സോ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, സോ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ഫോർ നൗ. ടേക്ക് കെയർ.